എങ്ങനെ രക്ഷപ്പെടും, എങ്ങനെ രക്ഷപ്പെടും? താനെന്താ ഒന്നും മിണ്ടാതെ മിഴങ്ങസിയാന്ന് പറഞ്ഞ് നിക്കുന്നേ? അതായത് ഈ ആൽപ്സ് നഗർ പണക്കാടെയാണല്ലോ. ആ ആന്ന്. ആ, അവിടെയാണല്ലോ പണക്കാർ താമസിക്കുന്നത്. അതല്ലേ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അതാണ് സംഭവം. പക്ഷെ ചെക്കൻ കൊളാക്കി കൈ കൊടുക്കണ ലക്ഷണമുണ്ട്. മാളു, മാളു, ഇങ്ങടേക്കൊന്ന് വന്നേ. ഇപ്പൊ വരാവേ. അതെ, എനിക്ക് തോന്നണത് ഇത് പണ്ടേ വാങ്ങിച്ച ഭൂമിയായിരിക്കും. അന്ന് പിന്നെ വിലയൊന്നും ഇല്ലാലോ. ഒന്ന് ചോദിച്ചോക്ക്. നമ്മള് സംസാരിച്ച് ഇവള് കേട്ടടോ. ശരിയാണോ പറഞ്ഞത്? ആ, കറക്റ്റ്. എന്റെ അപ്പൂപ്പന്റെ സ്വത്തായിരുന്നു ഏതോ ഒരു രാജഭരണകാലത്തുള്ളത്. അപ്പൊ ഈ പോഷ് സ്ഥലത്ത് വസ്തു ഉണ്ടെങ്കിൽ അവൻ മിഡിൽ ക്ലാസ് അല്ലല്ലോ. എന്ന് വെച്ചിട്ട് കയ്യിലെടുക്കാൻ കാണുവോ? അത് വിറ്റാലല്ലേ പൈസ കിട്ടുള്ളൂ. താമസിക്കുന്ന സ്ഥലം ആരാണ് വിൽക്കണത്? അത് ശരിയാണല്ലോ. ഇപ്പൊ സംശയം തീർന്നല്ലോ. പക്ഷേ അമ്മ സ്റ്റേറ്റ് ലെവൽ ഓഫീസറാന്ന് പറഞ്ഞ്. പൊന്നുമാളു, നിന്റെ വല്യമ്മാവിന് ഇവനെ അടിക്കാൻ വരണോന്നല്ലേ നീ വന്ന് പറഞ്ഞത്? ആ അതെ, ക്ലർക്കിന്റെ മോനാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അടി വീണെന്നിരിക്കും. സ്റ്റേറ്റ് ലെവൽ ഓഫീസറുടെ മോനെന്നൊക്കെ പറഞ്ഞ ഒന്ന് തൊടാൻ അറക്കില്ലേ? ഓ, അപ്പൊ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞായിരുന്നല്ലേ കള്ളൻ. പിന്നല്ലാതെ വേറെന്താവാനാണ് ചാൻസ്? നോക്ക്, നീ വേണ്ടാത്തതൊക്കെ ചോദിച്ചിട്ട് ചെക്കന്റെ മുഖം വാടിയത് കണ്ടില്ലേ? ശരിയാ, ഞാനത് ശ്രദ്ധിച്ചായിരുന്നു. അതൊക്കെ ഓക്കെ, പക്ഷെ ഇനി മേലാല് ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് ശല്യം ചെയ്യരുത് കേട്ടാ. ഓ, എന്നാലും ഇത് കുറച്ച് കടന്നുപോയി. എന്താ? ഒരു പാവം പിടിച്ചവൻ എങ്ങനെ പണക്കാരുടെ കൂടെ പോയി താമസിക്കാൻ പറ്റുന്നു ചോദിക്കണ അപമാനിക്കണേന് തുല്യല്ലേ? അയ്യോ, അതെങ്ങനെ? കാക്കാശിന് വിലയില്ലാത്തവൻ എങ്ങനെ അവിടെ ഭൂമി കിട്ടിയെന്നല്ലേ നീ ഇപ്പൊ ചോദിച്ചതിന്റെ അർത്ഥം? അങ്ങനെ ഞാൻ എപ്പോ പറഞ്ഞു? ഞാനത് വിചാരിച്ചിട്ട് പോലുമില്ല. അല്ലേലും എനിക്ക് പണക്കാരെയാ ഇഷ്ടമില്ലാത്ത. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ചെക്കൻ നിന്ന് വേർക്കേണ്ടി വന്നത്. എന്തുവാ? അല്ല, ഈ കോംപ്ലക്സ് തോന്നാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. ഞാനത് ഓർത്തില്ല. അതിനും കൂടെ സോറി പറഞ്ഞേക്കാം. ചെല്ലി, ഇപ്പൊ തന്നെ പറയണേ. ഇപ്പഴാ തന്റെ മുഖം മാറിയതിന്റെ അർത്ഥം മനസ്സിലായ. സോറി കേട്ടോ. അല്ല, ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? അറിയാനുണ്ടെങ്കിൽ ഇപ്പൊ അനക്കം ഉള്ളപ്പോ തന്നെ അതങ്ങ് ചോദിച്ചാ കൊള്ളായിരുന്നു. ഇല്ല, ഇനിയൊന്നും അറിയാനില്ല. പിന്നെ ഈ കുഞ്ഞമ്മമാരോടെല്ലാം തുറന്ന് സംസാരിക്കുന്ന രീതി ഒന്ന് കുറയ്ക്കണം. അതെന്താ? അല്ല, അവർക്ക് ഇങ്ങനത്തെ ഓരോ കൊനസ്റ്റ് സംശയങ്ങൾ വരും. അവസാനം എന്റെ അടുത്ത് വന്നത് ക്വസ്റ്റ്യൻ ചെയ്യും. അതൊക്കെ എന്തോ ഒരു. വിഷമിക്കണ്ട, ഇനി അങ്ങനൊന്നും പറയത്തില്ല. ഇപ്പഴാണ് മിടിക്കായത് കേട്ടാ. അനക്കയോട് ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. താങ്ക്സ് പറയാൻ വന്നതാണെന്ന് തോന്നുന്നു. പെണ്ണ് കേക്കൂലോ. ഇഷാൻ പറയാൻ വന്ന കാര്യം മനസ്സിലായിട്ടാ വരവ് വെച്ചിരിക്കണു. ഓക്കെ എന്നാ. എന്തുവാടോ? അത് പിന്നെ കോളേജ് ഡേ പറ്റി സംസാരിച്ചതാണ്. ചെക്കന്റെ നേരെ പോന്നുള്ള സ്വഭാവം ഒന്ന് മാറ്റാൻ എങ്ങനെയാ പറയാ? പിന്നെ ഇഷാനെ പല പരീക്ഷകളും വരാൻ പോവാണ്. ഈ നേരെ പോന്നുള്ള ആൻസർ ആയിരിക്കില്ല അവിടെയൊക്കെ വേണ്ടത്. വളഞ്ഞ വഴിയിലും ആൻസർ ചെയ്യാൻ പഠിക്കണം. മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല. താനേ കൂടുതലൊന്നും മനസ്സിലാക്കണ്ട, ഇത്രയൊക്കെ മനസ്സിലാക്കിയാ മതി കേട്ടോ. ഓക്കെ. സൂപ്പർ. ഇവളുള്ളത് കൊണ്ട് ഇഷാൻ എന്തായാലും രക്ഷപ്പെട്ട്. അന്നുവോ? അതെ, അധികകാലം ഇവളുടെ ഒന്നും മറച്ചു വെക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. അതുകൊണ്ട് ഈശാൻ എത്രയും പെട്ടെന്ന് ഇതെല്ലാം തുറന്നു പറയാനുള്ളൊരു സെറ്റപ്പ് ആക്കണട്ടാ. ഞാനത് ഇവനോട് പറയാനിരിക്കുകയായിരുന്നു. എന്നാ ഞാൻ വരട്ടെ. പിന്നെ നല്ല സ്മാർട്ടാണ്. നീ എന്റെ ഫോൺ ഇതുവരെ തിരിച്ചു തന്നില്ലല്ലോ. തരാന്ന്. എന്താണ് ഈ ഔട്ട് ഹൗസിന്റെ അടുത്ത് വന്ന് വിളിച്ചു നിൽക്കണത്? നീല കളിക്കല്ലേ ഏട്ടാ. ഇതിപ്പോ എത്ര നാളായിന്നറിയോ ആടെയില്ലെങ്കിലും കിട്ടിയാലുള്ള അവസ്ഥ. എന്തോ പ്രശ്നമുണ്ടല്ലോ, എന്താന്ന് കേട്ട് കളയാം. സത്യം പറയും, എന്താ നീ അതെനിക്ക് തിരിച്ചു തരാത്തത്? അത് മാളുവിന്റെ ചെക്കനെ കണ്ടപ്പോ നിനക്ക് ഓർമ്മയുണ്ടല്ലോ, അതൊന്ന് തറയിൽ വീണായിരുന്നു. സോ വർക്കിംഗ് കണ്ടീഷനിലല്ല. എന്നിട്ട് അത് കേടാക്കിയാ? ചൂടാവാതെ അത് ശരിയാക്കി എടുക്കാം. ഇവിടെ ശരിയാക്കാൻ കൊടുത്തു കഴിഞ്ഞുള്ള അവസ്ഥ അറിയോ? അതിനകത്തെ വീഡിയോ എന്താണ്? അവളോട് പറയണോ ശരിക്കും ഉപദ്രവിക്കാൻ പോണോന്ന്? ആണോ അല്ലയോ? ഒക്കെയാണ്, പക്ഷെ ഉപദ്രവിച്ചില്ലല്ലോ. ഇല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യുന്നത് ക്രിമിനൽ കുറ്റാണെന്ന് നിനക്ക് അറിയില്ലേ? അപ്പൊ നിനക്കതറിയാല്ലേ, പിന്നെ എന്തുകൊണ്ടാണെന്ന് അവിടെ പോയത്? അത് അവളുടെ പിറകിലാരും അന്ന് ഇല്ലാന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ പറ്റിയത്. ഇനിയിപ്പോ എനിക്ക് വിശ്വാസമുള്ള ഒരാളുടെ അടുത്ത് കൊടുത്ത് റിപ്പയർ ചെയ്യിക്കാനേ പറ്റൂ. ആരാ അത്? എന്റെ കസിൻ. അതെന്തായാലും പെട്ടെന്ന് റിപ്പയർ ചെയ്ത് കയ്യിൽ സാധനം കിട്ടണട്ടാ. എടോ, ഐഷു വരണു, ഞാൻ വെക്കുകയാണേ. എന്താണ് ഇവിടെ വന്ന് ഫോൺ ചെയ്യണത്? വല്ല കള്ളത്തരം ഉണ്ടാ? ഒന്നുമില്ല. എന്താ നീ വന്നത്? പാലും കൊഴക്കട്ട എടുത്തു വെച്ചിട്ടുണ്ടെന്ന് അമ്മ പറയാൻ പറഞ്ഞു. കൊഴുക്കട്ടയോ? എനിക്കത് ഇഷ്ടമല്ലല്ലോ. അതെ, അച്ഛന് കൊളസ്ട്രോൾ
കൊളസ്ട്രോൾ ഉള്ളത് കൊണ്ട് ആവി പുഴുങ്ങിയത് കഴിക്കാൻ പറ്റൂ. അതന്നെ എല്ലാരും കഴിച്ചാൽ മതി എന്ന് അമ്മ പറഞ്ഞു. കെട്ടിയനെ പറഞ്ഞത് ഇഷ്ടായില്ലെന്ന് തോന്നുന്നു. ശേ, പിണക്കൊണ്ട് നല്ല ഫുഡ് തട്ടാനുള്ള ചാൻസാ പോയത്. എന്തെങ്കിലും പറഞ്ഞ് സോപ്പ് ഇടണം. അങ്ങോട്ടേ അല്ലേ സോപ്പിടാൻ ഇപ്പൊ കിട്ടും. കിട്ടിയത് ഇവരെ എന്തായാലും പോയി അമ്മയോട് പറഞ്ഞു കൊടുക്കണം. നീ എന്താവുമെന്ന് അടുത്ത എപ്പിസോഡില്.